അവരെ സ്വന്തമാക്കാൻ സൈക്കോളജിയിൽ കുറേ വഴിയുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ പറയണ സൈക്കോളജി അല്ല, ഒരു വശീകരണ മന്ത്രമാണ്. ഈ മന്ത്രം ആദ്യം ഞാൻ എങ്ങനെയാണെന്ന് പറയാം, അതിനുശേഷം ഈ മന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നതും കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രം ജപിക്കണത് കാമദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹിന്ദു പുരാണത്തിൽ കാമദേവനെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആരോടാണ് ഇഷ്ടം അവർ നിങ്ങളുടെ വശീകരിക്കും എന്നാണ് പറയുന്നത്. വിശ്വാസങ്ങൾ അനുസരിച്ച് കാമദേവൻ, കൃഷ്ണൻ അല്ലെങ്കിൽ പൊതുവായ ആകർഷണ ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ട് 5 പ്രധാന മന്ത്രങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ 5 തരത്തിലുള്ള മന്ത്രമാണ്. ഇതിന് ഓരോരോ മന്ത്രത്തിനും ഓരോരോ ഉപയോഗങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ മന്ത്രം കാമദേവ ഗായത്രി മന്ത്രമാണ്. ഈ മന്ത്രം ശരിക്കും നിങ്ങളുടെ ആകർഷണീയത കൂട്ടാനാണ് എപ്പോഴും സഹായിക്കുക. ഓം കാമദേവായ വിദമഹേ പുഷ്പബാണായ ധീമഹി തന്നോ നംഗ പ്രചോദയാത്. ഒന്നും കൂടി ഇത് നിർത്തി പറയാം. ഓം കാമദേവായ വിദമഹേ പുഷ്പബാണായ ധീമഹി തന്നോ നംഗ പ്രചോദയാത്. ഓം കാമദേവായ വിദമഹേ പുഷ്പബാണായ ധീമഹി തന്നോ നംഗ പ്രചോദയാത്. അടുത്ത മന്ത്രമാണ് ക്ലീം മന്ത്രം, അതായത് ബീജമന്ത്രം. ക്ലീം എന്നത് ആകർഷണത്തിൻ്റെ